ഊരിക്കളഞ്ഞിരിക്കുക. അപ്പോൾ അതുപോലെ അനേകായിരം വരാനുണ്ട് നമുക്ക്. അപ്പോഴും നമുക്കും നമ്മൾ ഈ കെട്ട വാസനയൊക്കെ അടിച്ചുടച്ച് അതിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്കും ചെറിയ നൊൻപരം വരില്ലേ? അവർ സമ്പാദിച്ച പുണ്യം, പാപം, അതിൻ്റെ സ്നേഹം, ആദരവ്, വിനയം, ഭാഗ്യം, കെട്ടത് ഇത്രയും കൂടി ചേർന്ന് ഉരുക്കി തൂക്കിയെടുത്ത് അതിൻ്റെ വശത്തെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ദുഃഖമൊക്കെ വരും. ഈ ദുഃഖം വരില്ലെന്ന് പറയാനല്ല ഞാൻ വിളിച്ചത്, വരണം. അത് അത്രയും തൂക്കത്തിൽ മനസ്സിലാകാത്തതാണ് കാരണം. അപ്പം ഇത് വന്നിട്ട് നമ്മൾ തികച്ചും ആ സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചറിഞ്ഞെടുത്ത് പ്രവർത്തിച്ചെടുക്കാനുള്ള ഒരു കർമ്മം നമ്മളെ ദൈവമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇത് നിങ്ങളുടെ ഓരോ വ്യക്തിക്കും, ഇത് കണ്ടും എന്നെ കണ്ട് പരിചയമുള്ള നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും ഇതൊരു സത്യമാണെന്ന് അറിയുകയും ചെയ്യാം. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നും ചെയ്യേണ്ട, വാക്കിനെ തെറ്റിക്കരുത്. ഇതല്ലാതെ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് പറയാനില്ല. ദൈവത്തിൻ്റെ കനിവനുസരിച്ച് ചെയ്തു തന്നിരിക്കുന്ന വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്കത് അറിയണം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. ചില ഈ നമ്മളോട് സ്നേഹമായിട്ടും അല്ലാതെയും സ്നേഹിച്ചൊക്കെ നിന്നല്ലാതെയും പറയുന്ന ആളുകൾ ധാരാളം കാണും. നമ്മൾ അതൊന്നും ഒരു വാക്ക് പോയ അതിനോടുകൂടി അങ്ങ് പോകും. അങ്ങനെ സൂക്ഷിക്കണം. ഇത് സൂക്ഷിക്കാനുള്ള ഇതാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വയ്യാത്ത കാര്യം വന്നത്. മറ്റാരുടെയും വാക്കിൽ നമ്മൾ മാന്യത കൽപ്പിക്കരുത്. കൽപ്പിച്ച ഒക്കില്ല.